പെണ്ണിന് LKG മുതൽ അഹങ്കാരി തന്നെ. ഇതിനെ കണ്ട് ഞാൻ എന്തിനു അഹങ്കരിക്കണം? ദേവ് പോയി നിക്കോ? എവിടെയെങ്കിലും പോയി നിക്കോ? സന്തോഷം. എനിക്ക് ആകെ മിസ് ചെയ്യണത് ഈ ഫ്രണ്ട്സിനെ മാത്രമേ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, സബ്സ്ക്രൈബേഴ്സിന്. പിന്നെ അമ്മയ്ക്ക് എന്നെ മിസ് ചെയ്യും. അമ്മ ചിലപ്പോ ഇവിടെ കരച്ചിലൊക്കെ ആയിരിക്കും. ഗൈസ് കാട്ടു പൂത്തോട്ടെ കൊളാക്കണ്ട വീഡിയോ ഫസ്റ്റ് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് 2 ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയാൻ, ഞാനൊരു ചാനലിൽ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതില് ആ റീലിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് ആണ്. ആ കമന്റിന്റെ ചെറിയൊരു റെസ്പോൺസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത്. നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്ന ഒരു കമന്റിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണ ഒരു വീഡിയോ ചെയ്യണത്. പിന്നെ രണ്ടാമത്തെ കാര്യം കൺഫ്യൂഷൻ. ഞാൻ ഏത് സ്കൂളില് അഡ്മിഷൻ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. അപ്പൊ കുറച്ച് സ്കൂളിന്റെ ഓപ്ഷൻസ് എൻ്റെ അടുത്തുണ്ട്, കുറച്ചധികം സ്കൂളിന്റെ ഓപ്ഷൻസ് എൻ്റെ അടുത്തുണ്ട്, നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ ഉള്ളിലുള്ള. അപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഈ 2 കാര്യങ്ങൾ. സോ ഫസ്റ്റ് തന്നെ ഞാൻ കമന്റിന്റെ റെസ്പോൺസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു നമ്മൾ റീല് മാറിയിട്ടിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയണ ഒരു റീൽ ഉണ്ടായിരുന്നു. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, അങ്ങനെ എന്താന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂല്. അപ്പൊ അതിന് താഴെ ഒരു കമന്റ് വന്നതാണ്. ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് കമന്റ് വന്നത്. അത് ഫേക്ക് അക്കൗണ്ട് ആണോ അതോ ശരിക്കും ഇവരുടെ അക്കൗണ്ട് തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ അക്കൗണ്ടിൽ നിന്നാണ് അവർ കമന്റ് ഇട്ടത്. അപ്പം കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇൻട്രോവേർട്ട് ആയത് കൊണ്ടല്ല അഹങ്കാരിയാണ്, എന്റെ നാട്ടുകാരിയാണ്, അതിലുപരി ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ പഠിച്ച ആളാണ് എന്നാണ് കമന്റ് വന്നിട്ടുള്ളത്. ആക്ച്വലി പിന്നെ LKG മുതൽ ആണെന്നോ അങ്ങനെ എന്തോ ഉണ്ടല്ലേ? അങ്ങനല്ല, അത് ഉലക്ക, അത് നമ്മളെ എന്റെ പ്രിയ കൂട്ടുകാരൻ ഓർ കൂട്ടുകാരി ഇവിടെ നമ്മളെ ഫാൻ പേജ് ഇട്ടതാണ്. അതിന് റിപ്ലൈ ആയിട്ട്, അല്ലാതെ ടീച്ചർക്ക് അസൂയ ഉള്ളത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് റിപ്ലൈ ആയിട്ട് സെയിം പേഴ്സൺ ആണ് അയച്ചേക്കണേ. ഒലക്ക, ഈ പെണ്ണിന് LKG മുതൽ അഹങ്കാരി തന്നെ, ഇതിനെ കണ്ട് ഞാൻ എന്തിനു അഹങ്കരിക്കണം മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അതിന് റിപ്ലൈ ആയിട്ടുണ്ട്. പിന്നെ ബാക്കി റിപ്ലൈ എനിക്ക് കാണാൻ പറ്റില്ല, കാരണം പപ്പ ഇതാണ് പ്രൊഫൈൽ. സോ ഈ കമന്റിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഇവിടെ ഇത് ആക്ച്വലി എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്തതാണോ ഒന്നും എനിക്കറിയില്ല. ഇങ്ങനെ ഒരു പേരുള്ള ആള് എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ച LKG മുതൽ 5ാം ക്ലാസ് വരെ ദേവ് ഒരു വേറെ സ്കൂളിലായിരുന്നു. അതെ, LKG മുതൽ 5ാം ക്ലാസ് വരെ അല്ല, 4ാം ക്ലാസ് വരെ ഞാൻ വേറെ സ്കൂളിലായിരുന്നു. 5ാം ക്ലാസ്സിൽ വേറെ സ്കൂളിലാണ്. അതല്ലാതെ വേറെ സ്കൂളിലാണ്, ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അത് പക്ഷേ കൊറോണ ടൈം ആയിരുന്നു. പിന്നെ അത് മാത്രല്ല, LKG മുതൽ 4ാം ക്ലാസ് വരെ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴാണ് ഫ്രണ്ട്സ് ഇല്ലാതെ വന്നത്. അതിന്റെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച ആ സ്കൂളിലത്തെ കുട്ടികളുമായിട്ട് ഞാൻ ഭയങ്കര കമ്പനി ആയിരുന്നു. പിന്നെ അവിടുത്തെ ടീച്ചർമാർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും മെസ്സേജ് അയക്കലുണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്താ മേഘനക്കുട്ടി സുഖാണോ, ഞാൻ റീൽസ് ഒക്കെ കാണലുണ്ട് കേട്ടോ, അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട്. എന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു ആ ടീച്ചർ. അപ്പം എല്ലാ ടീച്ചറുടെ പേര് പറഞ്ഞു, ജ്യോതി മിസ്. ഇപ്പം ഞാൻ കുറെ നാളായി കണ്ടിട്ട്, അന്ന് കണ്ടതാണ്. മിസ്സിന്റെ വീട് കോട്ടയത്ത് എവിടെയോ ആണ്. മിസ്സിന്റെ മാരേജ് ഒക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് പോയതാണ്. പിന്നെ വന്നിട്ടില്ല. പിന്നെ മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ ഇടയ്ക്ക്, ഫോട്ടോ അയക്ക്, എന്നിട്ട് ഇടയ്ക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇടും എന്റെ ഫോട്ടോ. അപ്പം അങ്ങനെ എത്ര ഇഷ്ടമാണ് ദേവുനെ. LKG മുതൽ 4ാം ക്ലാസ് വരെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ ദേവുനെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പോഴും ആ ഇഷ്ടമുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം ഇതൊരു സ്കൂളിലെ സ്റ്റാഫ് അല്ല ആ മെസ്സേജ് അയച്ചത്, സ്കൂളിലെ സ്റ്റാഫ് ആണ് എന്നാണ് അതിൽ പറയുന്നത്. അതാണ് എനിക്ക് അറിയേണ്ടത്. ഇതില് എന്താ സ്കൂളിൽ വർക്ക് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. സ്കൂളിൽ എന്തായാലും വർക്ക് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ആയമാരാരെങ്കിലും ആയിരിക്കണം, അല്ലെങ്കിൽ ടീച്ചറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അവര് കൊടുക്കാൻ പാടില്ല. അവരുടെ ബയോയില് എന്താ അറിയോ, സൈഡില് കൊടുത്തതിൽ കാണാം, ട്രാവലിംഗ് ഈസ് മൈ ഹോബി, നഴ്സിംഗ് ഈസ് മൈ പാഷൻ, മാനേജർ അറ്റ് റിസോർട്ട്. ഇത് മാനേജർ അറ്റ് റിസോർട്ട് ഉണ്ട്, നഴ്സിംഗ് ഈസ് മൈ പാഷൻ. ഒന്നെങ്കിൽ നേഴ്സ് ആയിരിക്കും അത്. എന്തായാലും ഈ ഒരു
ടീച്ചറിന്റെ ആ ഒരു വഴിക്ക് പോകാൻ സാധ്യതയല്ല. നോട്ട് ദി പോയിന്റ്. ഒരാൾക്ക് അത് ഫേക്ക് ഐഡിയ ആണ്, ഫേക്ക് ഐഡിയ ആണ്. പറയണല്ലോ, നമുക്ക് തെളിവാണല്ലോ ഫേക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഫോളോവറേ ഉള്ളൂ, പിന്നെ 106 പോസ്റ്റും ഉണ്ട്, 4 ഫോളോയിങ്ങും ഉണ്ട്. അപ്പം ഇതിനൊക്കെ ഇപ്പൊ എന്താ പറയാ, നമ്മളെ ഫാൻസ് തന്നെ ഇതിന്, നമ്മളെ ഫ്രണ്ട്സ് തന്നെ ഇതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളായിട്ട് റിപ്ലൈ കൊടുക്കേണ്ട ആ ഒരു അവസ്ഥ വന്നിട്ടില്ല. അഹങ്കാരിയൊക്കെ ആണെന്നാണ് പറയണത്. എന്നെ പേഴ്സണലായിട്ട് അറിയണം അങ്ങനെ ആരുമില്ല. എന്നെ പേഴ്സണലായിട്ട് അറിയണവര് ഞാൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെ അതിലൊരു കമന്റ് ഉണ്ട്, പിന്നെ ഫ്രണ്ട്സ് ഇല്ലാത്തത് എന്താ, സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സോഷ്യൽ മീഡിയയിലായതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഇല്ലാത്തതിന്റെ കാരണം 24 മണിക്കൂറും ഈ പെണ്ണ് സോഷ്യൽ മീഡിയയിലാണ്, അതിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞത്, ഇതിൽ മെൻഷൻ ചെയ്തത് സ്കൂളിൽ ഫ്രണ്ട്സ് ഇല്ലാന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. സോഷ്യൽ മീഡിയയിലും ഉണ്ട്. നമ്മളെ ഈ സബ്സ്ക്രൈബ് കൂടുതല്, അതെ അതെ, നമുക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണ എല്ലാവരും നമ്മളെ ഫ്രണ്ട്സ് ആണ്. അത് ഞാൻ ഇൻട്രോ തുടങ്ങൽ തന്നെ ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങൽ. അത് എല്ലാത്തിന്റെ ഇൻട്രോ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ എനിക്ക് സ്കൂളിലെ ഫ്രണ്ട്സിന്റെ കാര്യമാണ് അവർ മെൻഷൻ ചെയ്തത്. അത് തന്നെയാണ് ദേവു പറഞ്ഞതും. പുറത്തത്തെ ഫ്രണ്ട്സിന്റെ കാര്യമല്ല അവർ ചോദിച്ചതും. സ്കൂളിലെ ഫ്രണ്ട്സ് എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചു. ഞാൻ ആക്ച്വലി ഇന്റർവ്യൂവിൽ ആ ഒരു ടെൻഷനിൽ ഞാൻ പറയാൻ മറന്നതാണ്. എനിക്ക് കറന്റ്ലി ഫ്രണ്ട്സ് ഇല്ല, പക്ഷെ എനിക്ക് ഉണ്ടായിരുന്നു. മീൻസ് ഈ സ്കൂളിൽ പഠിച്ച ടൈമില് തുടക്കത്തിൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവര് പോയതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ബിട്രയൽ, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്താ പറയാ തെറ്റിപ്പോയ ആൾക്കാരാണ് എൻ്റെ ഫ്രണ്ട്സ്, ആൾക്കാരായിരുന്നു എൻ്റെ ഫ്രണ്ട്സ്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബുക്കിൽ ഞാനൊന്ന് അല്ലാതെ നമ്മള് മോശമായിട്ടൊന്നല്ല എഴുതിയത്, നമുക്ക് എഴുതേണ്ട കാര്യം തന്നെയാണ് എഴുതിയത്. നമ്മളെ വ്യക്തമായിട്ട് പറ, റെക്കോർഡ് ബുക്ക് കൊണ്ടുവന്നില്ലായിരുന്നു. ഞാൻ വ്യക്തമായിട്ട് പറയണം, ചുരുക്കി പറഞ്ഞതാ. ഞാൻ റെക്കോർഡ് ബുക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാൻ റെക്കോർഡ് ബുക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. എന്റെ ഫ്രണ്ട് റെക്കോർഡ് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. സോ ഇത് എത്രാം ക്ലാസ്, 9ാം ക്ലാസ് നിന്നാണ്. ഞാൻ അപ്പം 10 കഴിഞ്ഞു, 9ാം ക്ലാസ് നടന്നതാണിത്. അവളെന്തോ കാര്യത്തിന് ക്ലാസ്സിന് പോയതാണ്, മറ്റേ പ്രിൻസിപ്പൽ റൂമിലേക്ക് എന്തിനോ പോയതാണ്. അവരുടെ എന്തോ കാര്യം പേഴ്സണലായിട്ട് എന്തോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം റെക്കോർഡ് എഴുതണം. അപ്പം മിസ് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് റെക്കോർഡില്ല, അപ്പം എൻ്റെ ഫ്രണ്ടിന്റെ റെക്കോർഡ് ഞാൻ എടുത്ത് എഴുതാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ബയോളജിയാണ് പറയണത്. ബയോളജി റെക്കോർഡ് ഞാൻ അവളെ ബാഗിൽ നിന്ന് എടുത്ത് അവള് വരുന്ന വരെ ഞാൻ എഴുതി കൊടുത്തു. ആക്ച്വലി ഞാൻ എന്താ എഴുതി വെച്ച് കഴിഞ്ഞാൽ മിസ് എന്നെ പിടിക്കാതൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത്. എൻ്റെ ഫ്രണ്ടിന്റെ ബുക്കിലാണ് എഴുതിയത്. അതും നമ്മൾ വേണ്ടാത്തൊന്നല്ല, ഞാൻ വൃത്തിക്ക് സെയിം എന്താണോ എഴുതേണ്ടത് അത് തന്നെയാണ് എഴുതിയത്. പക്ഷേ ഓള് പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് വന്നിട്ട് ഞാനും എൻ്റെ വേറെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങളോട് ചൂടായി, എന്തിനാ എൻ്റെ പെർമിഷൻ ഇല്ലാതെ ബുക്ക് എടുത്തത് എന്ന് വെച്ചിട്ട്. ഞാനിങ്ങനെ നോക്കി, അയ്യോ ഇതെന്റെ ഫ്രണ്ട് തന്നെയാണോ, എന്താ അവള് ഇങ്ങനെയൊക്കെ പറയണത് എന്ന് കരുതി. അവൾ ഗൾഫിലായിരുന്നു, അവളുടെ എല്ലാ നോട്ട്സും നീ തന്നെയാണ്. അവള് 9th പകുതി ആയപ്പോഴാണ് വന്നത്, നാട്ടിക്ക് സ്കൂളിലേക്ക് വന്നത്. എന്റെ സെയിം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, എന്റെ സെയിം ബെഞ്ചിലുള്ള കുട്ടിയാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടും ആയിരുന്നു. അപ്പൊ മോള് എവിടെയായിരുന്നു, ദുബായിലായിരുന്നു. അപ്പം അവൾക്ക് വേണ്ട നോട്ട്സ് ഒക്കെ ഞാൻ ഇവിടുന്ന് സെൻഡ് ചെയ്യും. പിന്നെ അവള് കംപ്ലീറ്റ് ആക്കാത്തത് അവള് നാട്ടിക്ക് വന്നിട്ട് അവളുടെ ബുക്കൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആക്കി കൊടുത്തത് ഞാൻ. ഒരു 2-3 സബ്ജക്റ്റ് എങ്കിലും കംപ്ലീറ്റ് ആക്കി കൊടുത്തത് ഞാനായിരുന്നു. അപ്പം പിന്നെ പെട്ടെന്ന് ചെറിയൊരു റെക്കോർഡിൽ 2 ലൈൻ എഴുതി വെച്ചതിന് അവള് പ്രിൻസിപ്പൽ റൂമിൽ പോയി കംപ്ലൈന്റ് ചെയ്തു, അവളുടെ പെർമിഷൻ ഇല്ലാതെ ബുക്ക് എടുത്ത് എഴുതി എന്ന് പറഞ്ഞിട്ട്. ഇത് വേറെ ഏതെങ്കിലും കുട്ടികളെ ബുക്ക് എടുത്ത് എഴുതിയിട്ട് അവള് കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ എങ്ങനെയാണ്, അത്രയും കമ്പനി ആയിരിക്കൂലേ, നമ്മൾ ചോദിക്കാതെ എടുക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആണല്ലോ. അപ്പൊ പെട്ടെന്ന് കംപ്ലൈന്റ് ചെയ്തു. അപ്പം പ്രിൻസിപ്പളിന് മനസ്സിലായി ഇതൊരു സില്ലി കേസാണെന്ന് മനസ്സിലായി. ഇപ്പൊ പ്രിൻസിപ്പൾ അല്ല, ഞങ്ങളുടെ സ്കൂളിൽ വേറെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ പോയി. അപ്പം അത് ഒരു സില്ലി കേസിനായിരുന്നു അവള് കംപ്ലൈന്റ് കൊടുത്തത്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കായി. അതോടുകൂടി എനിക്ക് ഫ്രണ്ട്ഷിപ്പിനോടുള്ള ഒരു ട്രസ്റ്റ് എനിക്ക് അവിടെ നിന്ന് വിട്ടു. പിന്നെ ഞാൻ അങ്ങനെ ഫ്രണ്ട്സിനൊന്നും ചൂസ് ചെയ്തിട്ടില്ല, എനിക്ക് താല്പര്യം ഇല്ലാതായി പോയി.
അപ്പം ദേവുന് ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ടല്ല, വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് കിട്ടിയ ഫ്രണ്ട്സ് ഒക്കെ. പിന്നെ ഒരു കാര്യം പറയാലോ, എനിക്ക് ഇന്ന് ഇതുവരെ ബിട്രേ ചെയ്യാതെ നിന്ന ഏക ഒരു ഫ്രണ്ട് നിഹിമയാണ്. അതെനിക്ക് പറയണം. കാരണം ഇപ്പൊ ഓള് എന്റെ സ്കൂളിലില്ല. അവളിപ്പം ഇവിടെ അടുത്തുള്ള ഹൈസ്കൂളിലേക്ക് മാറി. അപ്പം ഓള് പോയപ്പം എനിക്കുണ്ടായിരുന്ന വിഷമം, ഞാൻ കരഞ്ഞ് പെട്ടെന്നായിരുന്നു ഓള് സ്കൂൾ മാറുകയാണെന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം. ഓള് കരയണ്, ഞാൻ കരയണ്. എന്നിട്ട് കുറെ സമാധാനിപ്പിച്ച. ഞങ്ങൾ പറയുമ്പോ 6ാം ക്ലാസ് മുതൽ ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഫ്രണ്ട് നിഹിമയായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഇപ്പോഴും അവള് വിളിക്കും ഇടയ്ക്ക്. എന്റെ ബർത്ത്ഡേക്ക് എല്ലാ ബർത്ത്ഡേക്കും കറക്റ്റ് 12 മണിക്ക് സ്റ്റാറ്റസ് ഇടുന്ന ഏക വ്യക്തി ഓളാണ്. അപ്പം ഇപ്പം കറന്റ്ലി എനിക്ക് സ്കൂളിലൊന്നും ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്റെ ലൈഫിലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഓളാണ്. പിന്നെ എനിക്ക് എന്റെ ക്ലാസ്സിലല്ലാതെ എനിക്ക് ബസ്സിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഒന്ന് നീത, പിന്നെ 2 ഫ്രണ്ട്സും കൂടെ, ഹയ, പിന്നെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. പക്ഷെ ആ ഫ്രണ്ടിന്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യില്ല. കാരണം ഒരു ടീച്ചറിന്റെ വാക്ക് കേട്ട് എന്നോട് മിണ്ടാതിരുന്നൊരു കുട്ടിയാണ് ഗൈസ് അവള്. അപ്പം ഞാന് എന്റെ ബസ്സിലുള്ള പ്രശ്നം ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അടുത്ത പാർട്ടിൽ വരുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. അപ്പം ആ ഒരു പ്രശ്നം കൊണ്ട് എൻ്റെ ഒപ്പം മിണ്ടാതെന്ന് എൻ്റെ കൂടെ ഇരിക്കാതെ, മീൻസ് ബസ്സിൽ എനിക്ക് ആകെ കമ്പനി ഉണ്ടായിരുന്നത് അവള് മാത്രമായിരുന്നു. പിന്നെ ഒരു ഫ്രണ്ട് ദുബായിൽ പോയി, പിന്നെ ഒരു ഫ്രണ്ട് വീട് മാറി. അപ്പം ബസ് മാറും ഓട്ടോമാറ്റിക്കലി. അപ്പം പിന്നെ ആകെ ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ ബസ്സിലുള്ള ഒരു മിസ് ഉണ്ട്. ആ മിസ് ഭയങ്കര ബ്രെയിൻ വാഷ് ചെയ്ത് എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് ആ മിസ് കളയിപ്പിച്ചു. അതുകൊണ്ട് ഒരു മിസ് പറഞ്ഞിട്ട് എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് കളയേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് എനിക്ക് കരുതി. കാരണം ആ മിസ്സിനെ എന്നെ അറിയുന്നതിനേക്കാളും കൂടുതൽ ആ കുട്ടിക്ക് എന്നെ അറിയായിരുന്നു. അത് അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒക്കെ ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട്സ് ആണോ എന്ന് ഞാൻ കരുതി. പിന്നെ എന്തിനാ നമ്മള് കൂടെ കൊണ്ട് നടക്കണത്. പിന്നെ ഞാൻ ലാസ്റ്റ് ഡേ സ്കൂളിൽ നിന്ന് വന്ന ടൈമിലും അവളങ്ങനെ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കരുതി ഓക്കെ, എനിക്ക് ഉണ്ടായിരുന്നതൊക്കെ അങ്ങനത്തെ ആയിരുന്നല്ലോ. അപ്പം ഒരെണ്ണം കൂടെ പോയി വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല. കാരണം ഫസ്റ്റത്തെ ഫ്രണ്ട് പോയ ടൈമിൽ എനിക്ക് ഭയങ്കര സങ്കടവും, എനിക്ക് BP ലോ ആയി ഞാൻ ട്രിപ്പ് ഇട്ട് കിടന്നിരുന്നു ഗൈസ്. അതെന്താ ഫ്രണ്ട് പോയതല്ല, ചെറിയ ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം വന്നതാണ്. പക്ഷെ ഫസ്റ്റ് ആ പ്രശ്നം വന്നപ്പോൾ എനിക്ക് BP ലോ ആയി. കാരണം അത്രയും ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുത്ത ആളായിരുന്നു. പിന്നെ ട്രസ്റ്റ്, ഓരോരുത്തർ വരുമ്പോഴും ട്രസ്റ്റ് ഇങ്ങനെ ഞാൻ പറയുമ്പം പെട്ടെന്ന് ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കും. അപ്പം അങ്ങനെ വരുന്ന പ്രശ്നങ്ങളാണ് ഇത്. പിന്നെ എത്ര പുതിയ ഫ്രണ്ട്സ് വന്നാലും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറയും. പിന്നെ അങ്ങനെ ട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു. എനിക്ക് പോയ ഫ്രണ്ട്സ് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഗൈസ്, പറഞ്ഞാലും തീരാത്തത്ര കഥകൾ. പിന്നെ എനിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഫ്രണ്ട് ഉണ്ടായി. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോവുകയും ചെയ്തു. അത് വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്ത് കുറ്റം ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ തലയിലോട്ട് വരുന്ന ഒരു രീതിയിലായിരുന്നു ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പിന്നെ പെട്ടെന്ന് തീർന്നു. പിന്നെ നിങ്ങളെല്ലാവരും കമന്റിൽ ചോദിക്കും മുന്നേ എൻ്റെ ഫ്രണ്ട് അല്ലേ, മുന്നേ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം മുന്നേ എൻ്റെ ഫ്രണ്ടാണ്. അവളിപ്പോൾ ഇവിടെ ഇല്ല. അവളിപ്പം സ്ഥലം മീൻസ് വീട് മാറി. ഇപ്പം അവള് വേറെ സ്ഥലത്താണ് താമസിക്കണത്. അവിടെ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു. അപ്പം കൺക്ലൂഷൻ, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ട്രോമയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ വല്ലാതെ അതിലോട്ട് ഫോഴ്സ് ചെയ്ത് പോവലില്ല. ഞാൻ അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത ഒരാളായിരുന്നു. അപ്പം നല്ല ഫ്രണ്ട് വരികയാണെങ്കിൽ ഞാൻ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ 2.8 മില്യൺ ഓളം ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പം പിന്നെ കുഴപ്പമില്ല. അവർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ അവരോട് സംസാരിച്ചു. അവരല്ല, നിങ്ങൾ. അതെ നിങ്ങൾ അങ്ങനെയാണല്ലേ പറയാം. കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ട് നമ്മള് പുറത്തു പോകുമ്പം. കുറച്ചുപേര് അറിയാം, കയ്യിലുണ്ടാവുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഈ 2.8 മില്യണോളം ആൾക്കാർ, 2,80,000 ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. സോ നമുക്ക് സെക്കൻഡ് ടോപ്പിക്കിലേക്ക് പോവാം. സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കൂളാണ്. സ്കൂളിൽ ഏത് സ്കൂളിൽ അഡ്മിഷൻ എടുക്കണം എന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് ഗൈസ്.
ആദ്യം എന്റെ ടെൻഷന് ബോർഡ് എക്സാമും 10ാം ക്ലാസ് വരെ. ഇപ്പൊ എന്റെ ടെൻഷൻ ഏത് സ്കൂളിൽ അഡ്മിഷൻ എടുക്കണം എന്നാണ്. ഇതുണ്ടോ ഇവിടെ ഇത്രയും സ്ക്രീൻഷോട്ടുകൾ ഉണ്ട് ഗൈസ്. ഇതില് ഏത് സ്കൂളിലാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് നിങ്ങൾ കൂടെ അഭിപ്രായം പറയണം. ഞങ്ങൾ നിങ്ങളോട് കൂടെ ചോദിക്കണം, നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് ആണല്ലോ. സോ ഞാൻ ഓരോ സ്കൂളിന്റെ പേര് വായിക്കുക. ഇതൊക്കെ മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ ഉള്ളിലുള്ള സ്കൂളാണ്. എനിക്ക് അപ്പുറം പോകാൻ പറ്റില്ല, മലപ്പുറത്ത് തന്നെ പോകാൻ പറ്റൂല. ആക്ച്വലി നിലമ്പൂരുള്ള ഏതെങ്കിലും സ്കൂളിൽ ചേരേണ്ടി വരും. കുറച്ച് സ്കൂൾ ഞങ്ങൾ ഓപ്ഷനിലുണ്ട്, ഐ മീൻ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. അപ്പം അതില് ഏത് സ്കൂൾ വേണമെന്ന് നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കേരള സിലബസ് വേണോ അതോ CBSE വേണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ കമന്റിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ ഫീൽഡ് ആണ് നോക്കണമെങ്കിൽ CBSE മതി, CBSE ആണ് നല്ലത്. പിന്നെ ബിലോ ആവറേജ് സ്റ്റുഡന്റിനൊക്കെ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ നല്ലത് CBSE ആയിരിക്കും. കാരണം സ്റ്റേറ്റിൽ 60 എബോവ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും ഒരു ക്ലാസ്സിൽ തന്നെ. അപ്പൊ ആ ടീച്ചറിന് എല്ലാരെയും കൂടെ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആണ് ഗവൺമെന്റിൽ. പക്ഷെ ആ ടീച്ചേഴ്സിനെ എല്ലാ സ്റ്റുഡൻസിനെയും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവിടെ എവിടെയെങ്കിലും മൂലയ്ക്ക് പോയിരിക്കണം, ഞാന് പഠിക്കണുണ്ടാവില്ല, ശ്രദ്ധിക്കണുണ്ടാവില്ല, എന്തെങ്കിലും പ്ലെയിൻ ഉണ്ടാക്കി കളിക്കായിരിക്കും ഗൈസ്. അതല്ല, ഈ 30 ക്ലാസ്സിൽ 30 കുട്ടികളുടെ ഉണ്ടായിട്ട് എനിക്ക് മനസ്സിലാവണില്ല ബിലോ ആവറേജ് ആണ്. പിന്നെ 60 എണ്ണത്തിന്റെ ഒപ്പം പോയി കഴിഞ്ഞ അതാണ് CBSE ആണ് തീരുമാനിച്ചു അല്ലേ? CBSE ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത് CBSE ആണ് നല്ലത്. കാരണം ടീച്ചേഴ്സ് നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാൻ നേരം കിട്ടും. പിന്നെ ദേവുവിന്റെ ഒരു കസിൻ ഉണ്ട് കേട്ടോ, കേരള സിലബസിലാണ്, ഇപ്പം ഹൈസ്കൂളിലാണ്. അപ്പൊ അവള് പറഞ്ഞു ഞങ്ങള് പഠിപ്പിയാണ്. അപ്പൊ ഞങ്ങള് സാധാരണ നമ്മളെല്ലാരും പറയുന്നതാണല്ലോ, ഈ CBSE 10ാം ക്ലാസ് വരെ CBSE പഠിച്ചവർക്ക് +1 +2 ഈസിയാണ്, എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊക്കെ പറയാം. അത് വെറുതെ ആണെന്ന് മനസ്സിലായി. കാരണം അവക്ക് CBSE-യിലാണ് ഇപ്പം ഇത്രയും 10 വരെ CBSE-യിലായിരുന്നു. അപ്പം CBSE-ന്ന് പെട്ടെന്ന് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലതൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആ വ്യത്യാസം എന്ന് പറയുന്നത് CBSE-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വ്യത്യാസം തന്നെയാണ്. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷെ സ്റ്റേറ്റിക്ക് നോക്കുകയാണെങ്കിൽ അവർ CBSE-ന്റെ ഭാഗത്തുള്ള ആ ഒരു മോഡലും പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റിന്റെ ഭാഗത്തുള്ള മോഡലും പഠിച്ചിട്ടുണ്ട്. അപ്പം ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു അവളെനിക്ക് പ്രിഫർ ചെയ്തത് CBSE ആണ്. CBSE-യിൽ ചേർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ CBSE തന്നെ ചേരാന്ന്. അപ്പം ഏത് സ്കൂൾ വേണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഗൈസ്. തലവേദനയാണ് ഏത് സ്കൂൾ വേണമെന്ന്. ബോർഡ് എക്സാമിന് വരെ എനിക്ക് ഇത്ര തലവേദന ഉണ്ടായിരുന്നില്ല. ദേവുനെ ബോർഡിങ്ങിലാക്കിയാലോ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. +1 +2 ബോർഡിംഗ് സ്കൂളില്ലേ. അപ്പൊ കാണല് കുറെ പേർക്ക് മിസ് ചെയ്യാതുകൊണ്ട് ഞാനത് ആലോചിക്കണില്ല. പക്ഷെ ബോർഡിങ്ങിലാക്കി കഴിഞ്ഞാൽ അവര് നല്ലോണം പഠിപ്പിക്കും. ദേവ് പോയി നിക്കോ? ബോർഡിങ്ങിൽ പോയി നിക്കോ? സന്തോഷം. എനിക്ക് ആദ്യം മിസ് ചെയ്യണത് ഈ ഫ്രണ്ട്സിനെ മാത്രമേ, കാണുന്ന ആൾക്കാരുണ്ടല്ലോ സബ്സ്ക്രൈബേഴ്സിന്. പിന്നെ അമ്മയ്ക്ക് എന്നെ മിസ് ചെയ്യും. അമ്മ ചിലപ്പോ ഇവിടെ കരച്ചിലൊക്കെ ആയിരിക്കും ഗൈസ്. ഒരാഴ്ച കഴിയുമ്പോ എന്നെ ദേവനെ കൊണ്ടുപോവാന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ പിന്നെ പോണ്ടെന്ന് വിചാരിച്ചു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പം നിങ്ങള് എന്താണ് ഇതില് കമന്റ് ചെയ്താൽ ചേച്ചി കാണുന്നുണ്ട് ഈ വീഡിയോ എങ്കിൽ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ അനിയൻ അല്ലെങ്കിൽ അനിയത്തി ആയിരിക്കില്ല, ചേച്ചി ചേട്ടൻ ആരെങ്കിലും ആയിരിക്കും. ഫേക്ക് ആണെന്ന് അറിയാം. അപ്പൊ കാണുന്നുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഇതിന് വന്ന് കമന്റ് ചെയ്യാം. നമ്മൾ അതിനൊരു റിയാക്ഷൻ ഇടുന്നതാണ് ഗൈസ്. അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൊടുക്കുന്നതാണ് ഗൈസ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് എന്തായാലും ചെയ്യണം കേട്ടോ. എന്തെങ്കിലും കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലിനോർത്ത എല്ലാവർക്കും ബൈ ബൈ.